സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് കോളേജ് ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും കൊന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നും ജനൻ TV പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലൂടെ ജീവനക്കാരൻ വ്യക്തമാക്കുന്നു. കാരണം അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു റൂമിൻ്റെ കാര്യം ഒന്നാണെന്ന് ഒരാൾക്കും പോസ്റ്റ്മോർട്ടം കിട്ടുന്ന പറയുന്നത് അങ്ങനത്തെ പരിക്കുള്ള ആൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേറെ തന്നെ ബോയ്ഫ്രണ്ട് കൊണ്ട് തൂക്കി അവൻ്റെ ചെരുപ്പിട്ടി അവൻ്റെ കട്ടിലടിക്കുന്നുണ്ട്. അവൻ ചെരുപ്പെടുത്തേണ്ട കാര്യം ഒരാൾ തൂങ്ങി മരിക്കാൻ പോയത് അവൻ്റെ റൂമിൽ പോയ അവൻ്റെ ചെരുപ്പ് ഇവനെന്തിനാ ഫുഡ് കേസിട്ട് കൂട്ടണം. നല്ല വീഡിയോ കാണിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നേരത്തെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി സിദ്ധാർത്ഥൻ്റെ അമ്മാവനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു, ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. ആരാണ് സിദ്ധാർത്ഥനെ കൊന്നതെന്നും ആരാണ് സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്നും കൃത്യമായി ആ വിദ്യാർത്ഥിനി പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ചിലർ ആ പറഞ്ഞ ആ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ അത് വ്യക്തമാണ്. അവിടെ മറ്റ് ചില വിവരങ്ങളും ഈ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ കോളേജ് ജീവനക്കാരൻ തന്നെ പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന്. ഇവരെല്ലാം പറയുന്നുണ്ടെങ്കിലും കേരള പോലീസിന്, അന്വേഷണ സംഘത്തിന് ഇത് കൊലപാതകമാണെന്ന് ഇതുവരെയായും മനസ്സിലായിട്ടില്ല. ആരാണ് ഈ ജീവനക്കാരൻ എന്ന് അറിയാമോ? പൊതുവിൽ ജീവനക്കാരുടെ അഭിപ്രായം എന്താണ്? മറ്റൊരു കാര്യം കൂടി, കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിരോധ ജാഥ എന്ന പേരിൽ ചില പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ സിദ്ധാർത്ഥനെ കൊന്നവരെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നില്ല? അതിൻ്റെ പിന്നിലും SFI തന്നെയാണോ? അവിടെയുള്ള പാർട്ടി നേതൃത്വമാണോ? CPM നേതൃത്വമാണോ? എന്തായാലും ഈ രണ്ടാഴ്ചയായി ഈ രക്ഷിതാക്കളും അതോടൊപ്പം ബന്ധുക്കളും പറയുന്ന കാര്യമായിരുന്നു സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയെന്നത്. അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് നിലവിൽ ഈ കോളേജിലെ ജീവനക്കാരൻ്റെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശത്തിലൂടെയാണ് അയാൾ ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, ആർക്കാണ് സംശയം ഈ മരണത്തിൽ? ആർക്കും സംശയമില്ലെന്ന രീതിയിലാണ് ഈ പറയുന്നത്. കാരണം ഈ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡീനിനും അതോടൊപ്പം തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അറിയാൻ. എന്നാൽ എല്ലാവർക്കും CPMൻ്റെയും SFIയും ഭയമാണ്, തനിക്ക് പോലും ഭയമാണ്. അതിനാലാണ് ഇത് തുറന്നു പറയാത്തത്. നാം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വളരെ വലിയ സ്വാധീനത്തിലുള്ള കോളേജാണ്, എൻ്റെ ജോലി വരെ തെറിക്കും ഇത്തരത്തിൽ പുതിയ വിവരങ്ങൾ നൽകിയാൽ. അതിനാലാണ് ആ കോളേജിലെ മിക്ക ജീവനക്കാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഇത്തരത്തിലുള്ള ക്രൂരപീഡനവും കൊലപാതകത്തെക്കുറിച്ചും കൃത്യമായ വിവരമുണ്ടായിരുന്നിട്ടും പുറത്തു പറയാതിരിക്കാനുള്ള പ്രധാന കാരണം അതാണ്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് 3 ദിവസം മുൻപായിരുന്നു ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഒരു മുഖഛായ മാറ്റി SFI വിദ്യാർത്ഥികളെ മുന്നോട്ട് ഇറക്കിയിരിക്കുന്നത്. ഈ കോളേജിനെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇറക്കിയുള്ള ആ നാടകം പൊളിഞ്ഞു. അതിന് ശേഷം ഇന്നലെ കുറച്ച് വിദ്യാർത്ഥിനികളെ ഇറക്കി. ഇന്ന് ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ പ്രതിരോധ ജാഥ നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല, മാധ്യമങ്ങളുടെ തലയിലാണ് ഇതൊക്കെ ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നത്, നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല, കള്ളമാണ്, ഇവിടെ സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. സിദ്ധാർത്ഥനെ അപകീർത്തിപ്പെടുത്തുന്ന മോശമായി ചിത്രീകരിക്കുന്ന ചില ഇടപെടലുകൾ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് മേൽക്കൈ കിട്ടുന്ന തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ SFI നേതൃത്വം തന്നെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ SFIയുടെ നേതൃത്വത്തിൻ്റെ ഇടപെടൽ. നാം തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചു. ഈ സിദ്ധാർത്ഥൻ്റെ മരണം കഴിഞ്ഞ 5ാമത്തെ ദിവസം തന്നെ ആർഷോ ഈ കോളേജിലേക്ക് കടന്നു വരുന്നു, ജിഷ്ണു കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ ജില്ലാ പാർട്ടിയുടെ സെക്രട്ടറിയായ ഗഗാറിൻ കടന്നു വരുന്നു. അത്തരത്തിൽ ഒരു വലിയ സ്വാധീനത്തിലായിരുന്നു ആ കോളേജ്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ അരങ്ങേറുന്നത്. നിലവിലും വനിതാ വിദ്യാർത്ഥികളെ ഇറക്കിയാണ് ഇത്തരത്തിലുള്ള പ്രഹസനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥനെ അപമാനിക്കുന്ന രീതിയിലും ഈ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. അത്
ആദ്യം ഈ 18-ാം തീയതി ഒരു പരാതി കൊടുത്തിരുന്നു. സിദ്ധാർത്ഥനെതിരെ ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്ന് ആവശ്യപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ പരാതി നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് നിലവിലെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ ഇറക്കി ഈ സിദ്ധാർത്ഥന്റെ മോശ സ്വഭാവക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നടപടികളാണ് എന്തായാലും ഈ SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോളേജ് അടച്ച് കുട്ടികൾ വീട്ടിലെത്തിയതിനു ശേഷം പലരും ഈ സോഷ്യൽ മീഡിയയിലൂടെ SFIയെ വിമർശിക്കുന്ന നിലപാടുകൾ നിലവിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തായാലും പല വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിലിന് തയ്യാറാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിൽ ഉണ്ടാകുമ്പോഴായിരിക്കും അന്ന് ആ രാത്രി ആ കോളേജിൽ എന്താണ് സിദ്ധാർത്ഥന് സംഭവിച്ചത്, സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, സിദ്ധാർത്ഥനെ SFIക്കാർ കൊന്നതാണോ എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉറപ്പായും പുറത്തു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് തെളിവെടുപ്പ് പൂർത്തിയായോ? ആദ്യത്തെ തെളിവെടുപ്പിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച പ്രധാന ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്കറിയാം വളരെ ഇരുമ്പ് പോലുള്ള ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇടിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ ട്രാം ലൈൻ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കേബിൾ വയറും അതുപോലെ ചെരുപ്പും ഒക്കെയാണ്, ഗ്ലൂ ഗൺ ഒക്കെയാണ്. അപ്പോൾ തുടർന്നുള്ള തെളിവെടുപ്പ് ഇനി എപ്പോഴാണ്? അതോ തെളിവെടുപ്പ് പ്രഹസനം അവസാനിച്ചോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ എന്താണ്? ഈ പ്രതികൾ അവരുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞോ, കസ്റ്റഡിയിലുണ്ടോ, എന്താണ് ഇപ്പോൾ കൂടുതലായിട്ട് പറയാൻ എന്താണുള്ളത്? നിലവിൽ 18 പ്രതികളെയും കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവെടുപ്പിനുമായി ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് എന്തായാലും DOSP സജീവൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അനിൽ നമ്പ്യാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായി ഒരു ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു. അത്തരത്തിലുള്ള പല തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് പ്രധാനപ്പെട്ട കാരണം ഈ വിദ്യാർത്ഥി മരിച്ച ശേഷം എന്തായാലും അവിടെ എത്തി പോലീസ് ഈ റൂമോ ഈ മർദ്ദിച്ച റൂമോ ഈ ശുചിമുറിയോ ഒന്നും സീൽ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഈ പ്രതികൾ ഉൾപ്പെടെ ആ റൂമിൽ താമസിക്കുകയാണ്. അതിനേക്കാൾ വലിയ അപകടകരമായ ഒരു സംഭവം ഈ 18-ാം തീയതി ഈ മരണം നടന്ന ശേഷം 22-ാം തീയതി വരെ ആ കുട്ടികൾ ആ കോളേജിൽ പഠിച്ച് ഹാജർ ഉൾപ്പെടെ ഈ പ്രതികൾ നേടിയിരുന്നു. അതിനുശേഷമായിരുന്നു സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നത്. ഈ സസ്പെൻഷൻ നടപടികൾക്ക് ശേഷമായിരുന്നു ഈ പ്രതികൾ ഒളിവിൽ പോകുന്നത്. ഒളിവിൽ പോയ ശേഷമായിരുന്നു പിന്നെയും 5 ദിവസത്തിന് ശേഷമായിരുന്നു ഈ പോലീസ് ഇത്തരത്തിൽ ഈ പ്രതികളെ പിടികൂടിയത്. എന്നാൽ തുടക്കത്തിൽ ഉണ്ടായ ഈ വലിയ വീഴ്ചയാണ്, വൈത്തിരി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് നിലവിലെ ഈ കേസ് അന്വേഷണത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷമായിരുന്നു DSP സജീവന്റെ വലിയ പ്രതികരണം വന്നത്. ആ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു കോടതി ഉണ്ടെന്നും അത്തരത്തിൽ വലിയ വിമർശനം SFIക്കെതിരെ നേരെ എത്തിയപ്പോൾ മുൻ MLA തന്നെ നേരിട്ടെത്തി അതിനെ മാറ്റിപ്പറയുന്ന രീതിയിൽ ഇയാളെ ഈ DSP സജീവനെ വിമർശിക്കുന്നു. കോടതിക്ക് മുന്നിൽ വെച്ച് തന്നെ വിമർശിക്കുന്നു. അതിൽ പേടിച്ചാണ് പിറ്റേ ദിവസം ഈ നിലപാട് മാറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന രീതിയിൽ അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ പല തെളിവുകളും കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നന്ദി ശ്രീജിത്ത്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് കോളേജ് ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും കൊന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നും ജനം TV പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലൂടെ ജീവനക്കാരൻ വ്യക്തമാക്കുന്നു. വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.